അഫ്തബ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. അഫ്തബ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ട്രംപിന്റെ പദ്ധതിയിൽ തന്നെയുണ്ട്. ഹമാസിന്റെ നിരായുധീകരണം, ഒപ്പം തന്നെ ഗസ ഇനി ആര് ഭരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ. പലസ്തീന്റെ കാര്യത്തിൽ തന്നെ ലോകം മുഴുവൻ ഒരുമിച്ച് നിന്നപ്പോഴും എന്താണ് അമേരിക്ക ഇസ്രായേലിനൊപ്പം നിന്ന് സ്വീകരിച്ച നിലപാട് എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കാര്യമാണ് സൗദി അറേബ്യ ചൂണ്ടിക്കാട്ടുന്നത്. എങ്ങനെയാണ് സൗദിയുടെ വിഷയത്തിലുള്ള ഇടപെടലും പ്രതികരണവും? ധന്യ, ഈ ഒക്ടോബർ 7 ആക്രമണം നടക്കുന്ന പശ്ചാത്തലം ഇപ്പോൾ ലോകത്തിന് കൃത്യമായിട്ട് അറിയാം. കാരണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നത്. എന്ന് വെച്ചാൽ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിനുള്ള മുഴുവൻ സാധ്യതകളും അടയാൻ പോകുന്നു എന്നുള്ള ഒരു വഴി ഒരുങ്ങിയ സമയത്താണ് ഈ ആക്രമണം നടക്കുന്നതും തൊട്ടു പിന്നാലെ ഇത് ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുകയും തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ വംശഹത്യ ആരംഭിക്കുന്നതും. ഇപ്പോൾ സൗദി അറേബ്യ ഇപ്പോൾ അത് തന്നെയാണ് തുടർന്ന് ആവർത്തിക്കുന്നത്. ഓരോ തവണയും നേരത്തെ ഇൻതിഫാദയുടെ സമയത്തും ഇപ്പോൾ ഒക്ടോബർ 7 സമയത്തും ഓരോ സമയത്തും ഇസ്രായേലുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നു, നിരവധി പേർ കൊല്ലപ്പെടുന്നു, പിന്നീട് സമാധാന ചർച്ചയിലേക്ക് പോകുന്നു. ഇതൊരു ഒരു ചെയിൻ പോലെ തുടരുകയല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തണമെങ്കിൽ അത് ഫലസ്തീൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി, ഫലസ്തീൻ എന്ന രാജ്യം പിറക്കാതെ സാധിക്കില്ല എന്നുള്ളതാണ് സൗദി അറേബ്യ ആവർത്തിക്കുന്നത്. നേരത്തെ നോർവേയുമായി ചേർന്നുകൊണ്ട് സൗദി അറേബ്യ ഒരു മിഷൻ ആരംഭിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുന്നതിലേക്ക് എത്തിയത്. ഏതായാലും ഇതിൽ ശ്രദ്ധേയമായ കാര്യം, നേരത്തെ ഒരു പക്ഷേ വിവിധ അറബ് രാഷ്ട്രങ്ങളുടെ വിഷയമല്ലാതായി മാറിയ ഫലസ്തീൻ ഇന്ന് ലോകത്തിന്റെ കൂടി വളരെ പ്രധാനപ്പെട്ട ചർച്ചയിൽ അത് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ വെടിനിർത്തൽ അവസാനിച്ചാൽ തുടർന്ന് നടക്കേണ്ട ഒരു ചർച്ച ദ്വിരാഷ്ട്ര പരിഹാരമായിരിക്കും. പക്ഷേ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ദ്വിരാഷ്ട്ര ഫോർമുല സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ചൊരു നിലപാടും ഇല്ല. അതൊരു പക്ഷേ ഈ അഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ തയ്യാറാക്കുന്ന കരാറിൽ എന്തൊക്കെയാണോ വരുന്നത് അതാണ് താൻ നടപ്പാക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ നിർണായകമാണ്. കാരണം ഒക്ടോബർ 7 കൂടി ഈ പ്രശ്നം അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഫലസ്തീൻ എന്ന രാഷ്ട്രം പിറന്നില്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യദാഹത്തിന്റെ ഭാഗമായി ഇനിയും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കും. അതുകൊണ്ട് ദ്വിരാഷ്ട്ര ഫോർമുലയിലേക്ക് പോകണം എന്നുള്ളതാണ് സൗദി അറേബ്യ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഇന്നത്തെ ഒരു പ്രഖ്യാപനത്തോടു കൂടി ഗൾഫ് വിപണി വളരെ സജീവമായും ചടുലമായും തിരിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഹൂത്തികളുടെയൊക്കെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ മേഖലയിലേക്കുള്ള ഷിപ്പിംഗ് ലൈനുകളുടെ നീക്കം തടസ്സപ്പെട്ടിരുന്നു. വലിയ തോതിൽ അതിന്റെ ചാർജ് ആ രീതിയിൽ കൂടി ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, കുവൈറ്റ് ആക്രമണത്തിന് നമുക്കറിയാം അറബ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടുകൾ, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ സമ്മർദ്ദം കൂടി ഇതിൽ എത്രത്തോളം നിർണായകമായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്.